ഓക്കെ, അപ്പോൾ നമുക്കധികം ലാഗ് അടുപ്പിക്കാതെ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് വിവോയുടെ y20 എന്ന മോഡൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് സ്പോൺസർ ചെയ്യുന്നത് ഏഷ്യൻ ചോയ്സ് സ്മാർട്ടെക് എന്ന ഷോപ്പാണ് കുന്നംകുളത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ബ്രാൻഡ് മൊബൈലുകളും EMI ആയിട്ടും അതുപോലെ ഡിസ്കൗണ്ട് റേറ്റിലും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കധികം വൈകാതെ നമുക്ക് ഫോണിൻ്റെ അൺബോക്സിങ് നോക്കാം. അപ്പം ഈ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് വിവോ എന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു 4GB RAM 64GB സ്റ്റോറേജുള്ള ഫോണാണ് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോണിൻ്റെ പേര് y20 എന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ Y സീരീസിൽ കാണുന്ന പോലുള്ള ഒരു ഡിസൈനോട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, y20 എന്നൊരു പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒരു പേര് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 18 വാട്ട് ഫാസ്റ്റ് ചാർജിൻ്റെ മൊബൈലാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു 5000 mAh ബാറ്ററിയുള്ള മൊബൈലാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു ട്രിപ്പിൾ ക്യാമറയുള്ള മൊബൈലാണെന്നും ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്നും വളരെ വലുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വിവോ എൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സാർ വാല്യൂം കാര്യങ്ങൾ ഹെഡിനും ബോഡിക്കും എത്രയൊക്കെയാണ് ഇതിൻ്റെ റേഡിയേഷൻ്റെ അളവിനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ IMEI നമ്പർ, പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു യൂസർ ഗൈഡ്, ഒരു ഹാൻഡ്സെറ്റ്, ചാർജർ, USB കേബിൾ, വാറണ്ടി കാർഡ്, അങ്ങനെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ജസ്റ്റ് ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെറിയ ബോക്സ് കാണാം. അപ്പോൾ ഇതിനകത്ത് ആണ് നമുക്ക് ഫോണിൻ്റെ പൗച്ച്, അതുപോലെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പൗച്ച് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ് കേട്ടോ. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നെയാണ് വിവോ കൊടുക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു പൗച്ചാണ്. അതുപോലെ ഇതിൻ്റെ സിം എജക്റ്റിംഗ് ടൂളും അതുപോലെ വാറണ്ടി കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ y20 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബോക്സിനകത്ത് ചാർജറും അതുപോലെ ഡാറ്റ കേബിളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നാം നേരത്തെ പറഞ്ഞ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഫോണിനകത്ത് ഒരു 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ശരിക്കും ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ആവശ്യം ഇതിനില്ല. എങ്കിൽ കൂടി വിവോ y20 ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൂടി ഉള്ളൊരു മൊബൈലാണ്. അതുപോലെ ഇതിൻ്റെ ഡാറ്റ കേബിൾ എന്ന് പറയുന്നത് മൈക്രോ USB ഡാറ്റ കേബിളാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഡാറ്റ കേബിളൊക്കെയാണ് വരുന്നത്. ഹെഡ്സെറ്റ് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ y20 എന്ന മോഡൽ. കുറച്ച് വലിയ മൊബൈലാണ്, കാണാൻ നല്ല സ്റ്റൈലിഷ് ആയൊരു മൊബൈലാണ്. നമുക്ക് 2 കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആണ്, ഒരു ബ്ലാക്കും വൈറ്റും. അപ്പോൾ എനിക്ക് എത്തരത്തിലുള്ള ലൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ ചൂസ് ചെയ്തത്. പ്രത്യേകിച്ച് നല്ലൊരു ലുക്കാണ് കണ്ടത്. നമുക്ക് പല ആംഗിളുകൾ തിരിക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായൊരു പാറ്റേണൊക്കെ ഉള്ളൊരു മോഡലാണ് ഈ y20 എന്ന് പറയുന്നത്. നമുക്കിൻ്റെ ബാക്ക് സൈഡിൽ കാണാം 3 ക്യാമറ വരുന്നുണ്ട്. ഇതൊരു ട്രിപ്പിൾ ക്യാമറ മൊബൈൽ ഫോണാണ്. നല്ലൊരു അറേഞ്ച്മെൻറ്റിലാണ് ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ഫോണൊക്കെ നമുക്ക് കയ്യിൽ പിടിക്കുന്ന രീതിയിലുള്ളൊരു ലുക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുന്നവർക്ക് ഇതിൻ്റെ ഫിംഗർ വരുന്നത് സൈഡിലാണ്. അപ്പോൾ ഒരു പവർ ബട്ടണും അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഒരേപോലെയാണ് വരുന്നത്. ഓരോ സ്വിച്ചിലാണ് വരുന്നത്. വോളിയം കീസ് സൈഡിലുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോ USB ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ മൈക്ക് കാണാം. 3.5 mm ഓഡിയോ ജാക്ക് കാണാം. ഒരു സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് താഴെയുള്ളത്. ലെഫ്റ്റ് സൈഡിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ സിം കാർഡ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കുമ്പോൾ അറിയാം നല്ലൊരു വലിയൊരു മൊബൈലാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഫോൺ ഓണാക്കി നോക്കാം. നമുക്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള സ്പീഡിൽ ഈ ഫോൺ ഓപ്പൺ ആവുന്നുണ്ട്. നമുക്ക് സാധാരണ മൊബൈലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ഹാങ്ങോ അല്ലെങ്കിൽ ലാഗൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല രീതിയിൽ ഫാസ്റ്റിൽ ഈ ഫോൺ സെറ്റപ്പായി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കും ഈ മോഡലിന്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട്.
നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. നല്ല ഒരു സ്ക്രീനാണ്, നല്ലൊരു സ്ക്രീനും നല്ലൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രീതിയിലുള്ളൊരു വെളിച്ചം ഉള്ളൊരു സ്ഥലത്ത് വെച്ചാൽ വരെ നമുക്ക് ഇതിൻ്റെ ഐക്കണുകളും അതുപോലെ ഡിസ്പ്ലേ ഒക്കെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല വെളിച്ചമുള്ള ഒരു കൗണ്ടർ ലൈറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. എന്നിട്ട് വരെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഐക്കണുകളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയാലും നമുക്ക് അങ്ങനെ കാണാതിരിക്കാനുള്ള അത്തരത്തിലുള്ളൊരു ഡള്ളായിട്ടുള്ള ഡിസ്പ്ലേ അല്ല, നല്ല ബ്രൈറ്റ്നെസ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് വിവോ Y20 പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിനകത്ത് നിരോധിച്ച ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണിനകത്ത് നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയുള്ള ഒരു മൊബൈലാണ് Y20 എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇതൊരു 4GB റാം 64GB സ്റ്റോറേജ് ഉള്ള മൊബൈലാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അതിൽ തന്നെ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ ക്യാമറ മൊബൈലാണ്, നല്ല സ്റ്റൈലിഷായ ഡിസൈനാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വരുന്നത്. ആൻഡ്രോയിഡ് 10 ഫൺ ടച്ച് OS 10 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് Y20 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ മികച്ച ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ കൂടിയാണ് Y20 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗമായ ക്യാമറ കാറ്റഗറിക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ക്യാമറയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന മൊബൈലുകളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു ക്യാമറ പെർഫോമൻസ് ഉള്ളൊരു മൊബൈലാണ് ഈ Y20 എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫി ക്യാമറ നോക്കുമ്പോഴായാലും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയാണ് നമുക്ക് കാണുന്നത്. ക്യാമറ സെറ്റിങ്സിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് വീഡിയോ മോഡായാലും അതുപോലെ മോർ എന്നൊരു ഓപ്ഷനിൽ ഇതിനകത്തുള്ള ബാക്കി ഓപ്ഷൻസൊക്കെ കാണിക്കാം. അതായത് ഈ ഫോണിനകത്ത് നമുക്ക് ഇതിനകത്ത് മോർ എന്നൊരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലൈവ് ഫോട്ടോ, അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ, അതുപോലെ ടൈം ലാപ്സ്, പ്രൊഫഷണൽ മോഡ്, ഡോക്യുമെൻ്റ് മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് Y20 അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് കിട്ടും. നമുക്ക് ഇനി ഓരോ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു പിക്ചർ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറ വഴി സാധിക്കും. കണ്ടോ, വളരെ മനോഹരമായ ഫോട്ടോസ് നമുക്ക് ഇതുവഴി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൂം ചെയ്താലും ക്വാളിറ്റി ഒന്നും കുറയാതെ തന്നെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഈ ക്യാമറയ്ക്കകത്ത് തന്നെ ബൊക്കെ മോഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലർ ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അതുവഴി ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ നോക്കുമ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് കണ്ടോ, നമ്മൾ വിചാരിച്ച ഒബ്ജക്റ്റ് മാത്രം ഫോക്കസ് ആവുകയും അതിൻ്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലറായിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് വളരെ DSLR ക്യാമറയിലൊക്കെ എടുക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ പരമാവധി വീഡിയോ ഫുൾ സ്ക്രീനിലിട്ട് കാണുകയാണെങ്കിൽ കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിനകത്ത് തന്നെ ഷോർട്ട് റീഫോക്കസ് എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഒരാളുടെ ഫേസ് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുരളിയേട്ടനാണ്. അപ്പോൾ മുരളിയേട്ടൻ്റെ ഫോട്ടോ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ സാധിക്കും, നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഇതുവഴി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. സൂം ചെയ്താലൊന്നും ക്ലാരിറ്റി ഒന്നും കുറയുന്നില്ല. ഇത് നമ്മളിതിൻ്റെ ബൊക്കെ ക്യാമറയിലാണ് ഫോട്ടോ എടുക്കുന്നത്.
അപ്പോൾ അതായത് മുരളിയേട്ടൻ മാത്രം ഫോക്കസ് ആവും, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഐറ്റംസൊക്കെ ബ്ലറാവും. അപ്പം നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ നമ്മൾ വിചാരിച്ച മുരളിയേട്ടൻ അത്രയ്ക്കും ഫോക്കസ് ആയിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഐറ്റംസൊക്കെ ബ്ലറായിട്ട് നമ്മളൊരു DSLR ക്യാമറയിൽ എടുക്കുന്ന പോലെയുള്ള ഒരു ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ സ്ലോ മോഷൻ ടെസ്റ്റാണ്. നമ്മൾ സ്ലോ മോഷൻ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത സ്ലോ മോഷൻ വീഡിയോ. കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ അകത്ത് സ്ലോ മോഷൻ വീഡിയോസ് ഉൾപ്പെടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സ്ലോ മോഷൻ്റെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. നമ്മൾ ബോൾ താഴ്ത്തിയിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ലോ മോഷൻ വീഡിയോ എങ്ങനെയായിരിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, വളരെ മനോഹരമായ രീതിയിൽ നല്ല ഒരു സ്ലോ മോഷൻ വീഡിയോസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൊബൈൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റുകളോ ഓഫറുകളോ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ മൊബൈലിനെ കുറിച്ചുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നാക്കി ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. ലിങ്കും അതുപോലെ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് എ ലോട്ട്.